ഓക്കെ, താങ്ക് യു ആൻറ്റി. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിൽക്കാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാവിലെ സമയം നമുക്ക് ഒന്നിച്ച് ദൈവവാദത്തിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എന്നും ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് ദൈവജനം കേൾക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ച് കടന്നു വരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ മധ്യത്തിൽ ദൈവജനമായിട്ടാണ് കടന്നു വരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുവാണ്. കാരണം ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രസംഗിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തിരി കുറവാണ്. ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഓൺലൈനിൽ കിട്ടുന്ന അവസരങ്ങൾ മാത്രമാണ് മലയാളത്തിൽ പ്രസംഗിക്കാൻ ലഭിക്കുന്നത്. കൂടുതലും ഇവിടെ ഹിന്ദിയിലാണ് ദൈവജനം സംസാരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. കാരണം നമ്മളെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. നമ്മൾ ഇന്ന് രാവിൽക്കാലം എല്ലാവരോടും ദൈവജനം സംസാരിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ദേവദാസി പ്രിയ പേപ്പ സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നത്, ഞാനും ഈ സ്തോത്രം നമ്മുടെ ഈ പ്രേയർ ഗ്രൂപ്പില് നവംബർ 2ാമത്തെ ആഴ്ചയിലാണ്, അതായത് 40 ദിവസം ഉപവാസം നടക്കുന്ന ആ ഉപവാസ പ്രാർത്ഥനയോടെ ഏകദേശം ഒരു 10 ദിവസം മാത്രം തീരുവാനുള്ളപ്പോഴാണ് ഞാനും ഞങ്ങളുടെ കുടുംബമായിട്ട് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഒക്ടോബർ മാസം 28-ാം തീയതി മുതൽ 28-ാം തീയതി മുതൽ ഞങ്ങൾ 40 ദിവസം ഉപവാസിക്കുവാൻ ആഗ്രഹിച്ച് ദിവസത്തിൽ ഉപവാസം തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രേലനിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ദേവദാസന് എനിക്ക് മൊബൈൽ ഇങ്ങനെ ലിങ്ക് അയച്ചു തന്നു. അദ്ദേഹം ഇതിനകത്ത് ശുശ്രൂഷിച്ചിരുന്നു. അദ്ദേഹം ശുശ്രൂഷിക്കുന്നതിന്റെ ലിങ്ക് അയച്ചു തന്നു. അങ്ങനെയാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഇൻഗ്രേസ് പ്രേയർ ഫെലോഷിപ്പിന്റെ ഈ കൂട്ടായ്മയ്ക്ക് കൂടുവാനുള്ള അവസരം ദൈവം ഒരുക്കിയത്. ഞങ്ങൾ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് വിഷയം ഇതായിരുന്നു. പകലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നാലും വൈകുന്നേരങ്ങളിൽ ഞാനിങ്ങനെ പലപ്പോഴും ഗ്രൂപ്പുകളിൽ നോക്കാറുള്ളത്, കർത്താവെ, ദൈവജനം കേൾക്കുവാനും അല്ലെ നമ്മളോടുള്ള ദൈവിക ആലോചനകളൊക്കെ ലഭിക്കുവാൻ വേണ്ടി ഏതെങ്കിലും നല്ല ഗ്രൂപ്പുകള് പ്രസംഗങ്ങള് ഒക്കെ ലഭിക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പല ഗ്രൂപ്പുകളൊക്കെ ലഭിച്ചിരുന്നു എങ്കിലും അത്രമാത്രം എന്താണ് ഒരു ആത്മീയമായി ബലം എന്നും കിട്ടത്തില്ല. അത് വല്ലപ്പോഴും ഒക്കെ ഒരു മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പ്രേയർ ഗ്രൂപ്പിൽ ദൈവമായിട്ടാണ് എന്നെ കണക്ട് ചെയ്തത്. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ കഴിഞ്ഞ നാളിലൊക്കെ ദൈവദാസന്മാർ സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചനകളും വചനവും ഞങ്ങൾ ഒത്തിരി ബലപ്പെടുത്തുന്നുണ്ട്. കാരണം ഇവിടെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ദേശത്ത് വളരെ ചുരുക്കമായ ദേവദാസന്മാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്കൊരു വിഷമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാനോ ഒക്കെ നമ്മുടെ നാട്ടുകാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരോ ഒക്കെ വളരെ ചുരുക്കം മാത്രമാണ്. സ്തോത്രം. നമുക്കൊക്കെ നാട്ടില് ദേവദാസന്മാർ ഒത്തിരി അവൈലബിൾ ആണ്, ഒത്തിരി മീറ്റിങ്ങുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ ഒത്തിരി വ്യത്യസ്തമാണ്. സ്തോത്രം. ഇന്ന് സ്തോത്രം. അതുകൊണ്ട് എപ്പോഴും ദൈവസന്നിധിയിൽ നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന വചനങ്ങളും ആത്മീയ ദൂതുകളും കേൾക്കുവാൻ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചു. ഇതിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം ഒരുക്കി തന്നു. പ്രത്യേകിച്ച് പ്രിയ ബിനയാന്റിയും കുടുംബവും അതേപോലെ ഇതിലുള്ള പല ദൈവമക്കളും എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഈ അന്യദേശത്ത് കർത്താവിന്റെ വേലയുമായി ഇവിടെ നിൽക്കുവാൻ സാധിക്കുന്നത്. സ്തോത്രം. അതിന് നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നും ഉണ്ടാകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുവാണ്. കാരണം ഈ ദേശത്ത് ഇനിയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത അനേക ഇടങ്ങളുണ്ട്. സ്തോത്രം. അവിടെ എല്ലാം ദൈവത്തിന്റെ വചനമായി കടന്നുപോയി ദൈവജനം സംസാരിക്കുവാൻ, അതിനുള്ള വഴികളും വാതിലും തുറക്കപ്പെടുവാൻ ദൈവം സഹായിക്കേണ്ടതായി ദൈവസന്നിധി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞങ്ങളുടെ ഇന്നത്തെ സാഹചര്യം എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ഒരു അവസ്ഥയാണ്. കാരണം ഒന്ന് ശബ്ദമുയർത്തി ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കുവാനോ അല്ലെങ്കിൽ സാന്ദ്രമായിട്ട് വെളിയിൽ പോയി മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ്. പിന്നെ ചില കുടുംബങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും അവരോട് കൂടുന്ന കൂട്ടായ്മയും ഇവിടെ ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് കൂടുതൽ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിപ്പാനും ദൈവസന്നിധിയിൽ ബലപ്പെടുവാനും ഒക്കെ ഞങ്ങള് സമയത്തെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ലഭിക്കുന്ന അല്പമെങ്കിലും 1-2 മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ജമ്മു കാശ്മീരിനെ ഓർത്തും ദൈവസന്നിധി പ്രാർത്ഥിക്കണം.
ഞാൻ ഈ ദേശത്ത് ഇന്ന് വന്നിട്ട് ഏകദേശം 18 വർഷം കഴിഞ്ഞു. അല്ലെ എന്റെ നല്ല പ്രായത്തിലാണ്, ഏകദേശം ഒരു 18 വർഷം മുമ്പാണ് ഞാൻ ഇവിടെ കടന്നു വരുവാൻ ഇട വന്നത്. എന്റെ സ്വന്തം ദേശം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറാണ്. സ്തോത്രം. എന്റെ വൈഫിന്റെ വീട് തിരുവല്ലയിലാണ്. ഞങ്ങൾ 2 മക്കളുണ്ട്. ഒരാൾ 7ാം ക്ലാസ്സിലും ഒരാൾ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവർ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ എന്റെ ഭവനത്തിൽ എനിക്ക് 2 മൂത്ത സഹോദരിമാരാണ് ഉള്ളത്. ഞാൻ ഒരു മോനേ ഉള്ളൂ. ഞാൻ ഇന്ന് എന്റെ അമ്മ വീട്ടിൽ തന്നെ ഉള്ളൂ. സ്തോത്രം. എന്റെ പിതാവ് 2 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. സ്തോത്രം. എങ്കിലും എന്റെ മാതാവിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം കാലം ഈ ദേശത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നോട് എപ്പോഴും പറയുകയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. സ്തോത്രം. എന്റെ ചെറുപ്രായത്തില് സ്തോത്രം ഞങ്ങളുടെ ഭവനത്തില് ഞാൻ അല്പസമയം സാക്ഷ്യം പറഞ്ഞിട്ട് ദൈവജനം പറയാൻ ആഗ്രഹിക്കുവാണ്. സ്തോത്രം. എന്റെ ചെറുപ്രായത്തിൽ ഇങ്ങനെ വീട്ടിൽ ഒത്തിരി ക്രൈസ്തവ മാഗസിനുകൾ കടന്നു വരാറുണ്ട്. എന്നാൽ ചില മാഗസിനുകൾ നോർത്ത് ഇന്ത്യയെ പറ്റിയും വളരെ അവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ എന്റെ ചെറു സമയത്ത് വായിക്കുകയും അതിനെ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവ് എന്നെയും ദൈവം പോലെ ആ ദൈവവേല ഇല്ലാത്ത അനേകയിടങ്ങളിൽ ഉണ്ട് കർത്താവ്, അവിടെ എവിടെയെങ്കിലും എന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സ്തോത്രം. അതെന്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വന്നു. എന്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞു, +2 പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി, ഇനി കർത്താവിന്റെ വേല എനിക്ക് ചെയ്യണം. അതിന് എന്റെ അമ്മയും ഫുൾ സപ്പോർട്ടായിരുന്നു, പപ്പായും ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ ബൈസ്കൂളിൽ ആദ്യം പോയത് നോയിഡയിലാണ്, ഉത്തർപ്രദേശിലാണ്. ഞാൻ വീട്ടിൽ വിട്ടു പോകാത്ത എന്നെ ദൈവം അങ്ങനെ ഒരു ദൂരദേശത്ത് കടന്നുപോയി. അവിടെ പഠിക്കുവാൻ ദൈവം കൃപ തന്നു. അവിടെ 3 വർഷം പഠനത്തിന് ശേഷം വീണ്ടും നാട്ടിൽ വന്ന് ഇതിനും പഠിച്ചതിന് ശേഷം 2007 സ്തോത്രം ഈ ജമ്മു കാശ്മീരിലേക്ക് കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കിയത്. ഞങ്ങൾ ഏകദേശം ഒരു 10 ദേവദാസന്മാർ ഒന്നിച്ചാണ് ഈ സ്തോത്രം നോർത്ത് ഇന്ത്യ വേലയ്ക്ക് വേണ്ടി പഞ്ചാബില് ഞങ്ങൾ കടന്നു വന്നു. ആ 3 മാസം അവിടെ ഞങ്ങൾക്ക് നല്ല ട്രെയിനിങ് ഉണ്ടായി, ദേവദാസന്മാരുടെ ട്രെയിനിങ് കിട്ടി. അതിനുശേഷം ഞങ്ങളെ ആയിട്ട് സ്തോത്രം മറ്റു പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടുവാൻ ഇട വന്നു. പല ദേവദാസന്മാര് ഇന്നടത്ത് പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് അവർ പറഞ്ഞുവെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ഹിതമുള്ളിടത്ത് ദൈവം എന്നെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ കൂടെ വന്ന ദേവദാസന് ഈ ജമ്മു കാശ്മീരിൽ ഉള്ള നാട്ടിനെ ദർശനം പ്രാപിച്ചാണ് അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹത്തിന് കൂടെ പോകാൻ ആരുമില്ലാത്തതുകൊണ്ട് ദേവദാസന്മാർ എന്നോട് പറഞ്ഞു, ഈ ദേശമൊക്കെ കണ്ട് ബിജോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കടന്നു വന്നു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബിജോയ് ഞാൻ ഇവിടുന്ന് പോവുകയാണ്, നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. അന്നിപ്പം എന്റെ മനസ്സിൽ വലിയൊരു ഭാരം ഉണ്ടായിരുന്നു. ഈ ദേശം എന്ന് വെച്ചാല് ദൈവവേലകൾ വളരെ ചുരുക്കമായ സ്ഥലങ്ങളാണ്. നമുക്കറിയാം, ഇന്നും നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത പോലും ജമ്മു കാശ്മീരിനെ പറ്റി നമുക്ക് കേൾക്കാൻ സ്തോത്രം കേൾക്കാത്ത ദിവസമില്ല. കാരണം ഒന്നി കാലാവസ്ഥയുടെ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ തീവ്രവാദ വിഷയങ്ങള്, എന്തെങ്കിലും ഒരു വാർത്ത മാധ്യമങ്ങൾ ഇടം പിടിക്കുന്ന ഒരു വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ വേല ഇല്ലാത്ത അവസ്ഥകളൊക്കെ കണ്ടിട്ട് എന്റെ മനസ്സിൽ ദൈവം അങ്ങനെ ഒരു ബോധ്യം തന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുവാൻ ഇടവന്നത്. ഞാൻ ഓർത്ത് പലപ്പോഴും ഇവിടെ നിന്ന് പോകേണ്ട അവസ്ഥകള്, സാഹചര്യങ്ങള്, അങ്ങനെയുള്ള വൈഷമ്യ സന്ധികളൊക്കെ ഒത്തിരി കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പിന്നീട് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷേ അതിന്റെ മധ്യത്തിലെല്ലാം നിന്ന് നിൽക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ കൃപയും അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. ദൈവമക്കളെ സ്തോത്രം. പലവിധമായ പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടെ കടന്നു വന്ന് സുവിശേഷം ഒട്ടും കേട്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളാണ്, ഒത്തിരി ഇടങ്ങളുണ്ട്. സ്തോത്രം. സിറ്റികളിൽ പോലും വേലകൾ ഇല്ലാത്ത ഇടങ്ങളാണ്. സ്തോത്രം. അങ്ങനെ ഉള്ള ഇടങ്ങളിൽ കടന്നുപോയി ദൈവജനം അറിയിക്കുവാനും സുവിശേഷം മറ്റുള്ളവരോട് പറയുവാനും യേശുവിനെ പറ്റി ജീവിതത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത അനേക ജീവിതങ്ങളെ കണ്ടുമുട്ടുവാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. കാരണം അവരോടൊക്കെ സുവിശേഷം പറയുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി ഗ്രാമങ്ങൾ ഞങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തോളം ആകും അത് തീർത്തിട്ട് കടന്നു വരുവാൻ. അങ്ങനെ പലയിടങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ഉത്സാഹം തോന്നും കടന്നുപോയി പ്രവർത്തിക്കാൻ. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോയി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അതേപോലെ ഈ ദേശത്ത് പലരും കർത്താവിനെ അറിഞ്ഞ് കടന്നു വരുമെങ്കിലും നിലനിൽക്കാത്ത അനുഭവമാണ്. അവർക്ക് വിടുതൽ ലഭിക്കും, ചില മാസങ്ങളൊക്കെ നമ്മളെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കും,
പിന്നെ അവര് എന്തെങ്കിലും ഒഴിവൊഴി പറഞ്ഞ് അവരെങ്ങനെ വിട്ടുപോകുന്ന അവസ്ഥയാണ്. സ്തോത്രം. അങ്ങനെ പലരും വന്നിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി വിഷമം ഉണ്ടാകാറുണ്ട്. കാരണം അവർക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അവരെ അല്ലെ കർത്താവിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വിഷയം വരും, അവർ പെട്ടെന്ന് പിന്തിരിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിക്കുകയും ഒത്തിരി ഭാരപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലയ ഇന്ന് അല്ലയ സ്തോത്രം എന്താണ് ആ വിഷമങ്ങളെല്ലാം ദൈവം മാറ്റി അല്ലെ ചിലരെയൊക്കെ ദൈവം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം തന്നിട്ടുണ്ട്. അത് ദൈവത്താൽ സംഭവിച്ചതാണ്. കാരണം ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഈ ദേശത്തിന്റെ സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയിലൂടെ ദൈവം അല്ലയ പല കുടുംബങ്ങളെയും പലരെയും കണക്ട് ചെയ്തു തരുവാൻ ദൈവം ഇടവരുത്തി. സ്തോത്രം. ഞാൻ ഓർത്തു പ്രവർത്തിക്കാതെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ അല്ലെ ചില നാളുകൾ ദൈവം പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൂടെ മാത്രം ദൈവം പ്രവർത്തിക്കുന്നെന്ന് ദൈവം കാണിച്ചു തരുവാൻ ഇടവന്നു. സ്തോത്രം. കാരണം ചോദിച്ചാൽ ഈ ദേശത്ത് ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും തരത്തില്ല. നമ്മുടെ മുഖത്ത് നോക്കി അവരൊന്ന് സംസാരിക്കുക പോലും ചെയ്യത്തില്ല. ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് തുപ്പും. കാരണം അവർക്ക് ഫോർത്ത് ക്ലാസ് ആൾക്കാരാണ്. റോഡ് തൂക്കുകയും അതുപോലെ സ്തോത്ര ഓടകൾ വൃത്തിയാക്കുകയും ചെയ്യുന്ന ജോലിയാണ് ക്രിസ്ത്യൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഉന്നത ഹൈന്ദവ കുടുംബങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റു ജാതിയിൽപ്പെട്ടവരോട് നമ്മളൊരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭവനം പോലും വാടകയ്ക്ക് തരത്തില്ല. ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന ഏകദേശം ഒരു 8ാമത്തെ ഭവനത്തിലാണ്. സ്തോത്രം. എവിടെയും ചെല്ലും, പ്രാർത്ഥന നടത്തും. അവര് നമ്മുടെ പ്രാർത്ഥന കേട്ട് അവർ പറയും നിങ്ങൾ ഈ വീട് കാലിയാക്കിക്കൊള്ളണം. സ്തോത്രം. ക്രിസ്ത്യൻസ് ആണ്, നിങ്ങൾ വീട് വിട്ടു പോക്കണം എന്ന് പറയും. അങ്ങനെ മാറി മാറി വീടുകൾ അങ്ങനെ മാറി താമസിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്ന ഈ ഭവനം എന്ന് വെച്ചാൽ ഏകദേശം ഇന്ന് 6 വർഷം കഴിഞ്ഞു. ദൈവം അങ്ങനെ ഒരു ദീർഘമായ സമയം ഈ ദേശത്ത് ഈ ഭവനത്തിൽ നിൽക്കുവാൻ ദൈവം ഇടവന്നു. അതിനൊത്തിരി എന്താണ് അനുഭവങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ അല്ലയ സ്തോത്രം, ഏത് സമൂഹം നമ്മളെ പിന്തള്ളിക്കളയുവാൻ അല്ല നമുക്ക് എതിരായിട്ടിരുന്നോ ആ സമൂഹത്തിൽ നിന്നും ആൾക്കാരെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി ഈ ദേശം നിർത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. പല ദൈവദാസന്മാര് ആലോചനകളൊക്കെ പറയുമ്പോൾ അല്ലയ എന്റെ ഉള്ളത്തിൽ വളരെ വിങ്ങൽ ഉണ്ടാകാറുണ്ട്. കാരണം നമ്മൾ ആ കടന്നു പോകുന്ന സാഹചര്യത്തെ അതേപോലെ ദൈവവചനത്തിലൂടെയും അല്ലയ സ്തോത്രം ദൂതുകളായി വിളിച്ചു പറയുമ്പോൾ അല്ലയ സ്തോത്രം ആ ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയാറുണ്ട്. കാരണം ഇത്രയും ദൂരത്തുള്ള ദേശത്തിരുന്നും അല്ലെ ആ ദൈവാത്മാവിൽ ദൈവദാസന്മാർ നമ്മളെ ഉറപ്പിക്കുമ്പോൾ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ജമ്മു കാശ്മീരിൽ വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം, ഏകദേശം ഒരു 10 ജില്ലകളോളം സുവിശേഷകരോ വിശ്വാസികളോ ഇല്ലാത്ത അല്ലെ സ്തോത്രം പ്രദേശമാണിത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജമ്മു എന്ന് പറയുന്നത് 10 ജില്ലകളുണ്ട്. ഈ 10 ജില്ലകളിൽ മാത്രമാണ് കുറേയേറെ വേലകളുള്ളത്. എന്നാൽ ഈ 10 ജില്ലകൾ കാശ്മീരിന്റെ 10 ജില്ലകൾ എന്ന് വെച്ചാൽ 1-2 ജില്ലകളിൽ മാത്രമേ ദേവദാസന്മാർ താമസിച്ച് പ്രവർത്തനങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം എന്താണ് ഒരു ദൈവദാസനെയോ അല്ലെങ്കിൽ ഒരു ദൈവമക്കളെയോ നിങ്ങൾ കാണുവാൻ കഴിയത്തില്ല. അത്രമാത്രം മുസ്ലിം പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള ഇടങ്ങളാണ്. അവിടെ പോയി പ്രവർത്തിക്കാൻ കഴിയത്തില്ല. തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ -ഡിഗ്രിയെക്കാളിലും കൂടുതൽ തണുപ്പാണ് പലയിടത്തും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കുടുംബമായി പോയി താമസിക്കാനുള്ള മറ്റ് സാഹചര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രതികൂലമായ സാഹചര്യങ്ങളാണ്. എന്നാൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഈ ജമ്മു കാശ്മീരിന്റെ വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതേപോലെ ലേ ലഡാക്ക് അവിടെയും ഇവിടുന്ന് ഏകദേശം നല്ല ദൂരമാണ്. അവിടെയും -30-20 ഡിഗ്രി തണുപ്പായി കഴിഞ്ഞു. അവിടെയും പോയി നിൽക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ആ ദേശത്തും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ ദൈവമക്കളുടെ എല്ലാം പ്രാർത്ഥനയെ ചോദിക്കുന്നു. മറ്റു നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഉള്ളത് പോലെ ഇവിടെയും എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു ക്രിസ്മസ് സമയത്ത് സ്തോത്രം ഒരു ദേവദാസനെ കുടുംബമായി ഉപദ്രവിക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നത് വലിയൊരു ടെൻഷനിലായിരിക്കുന്നു. നമ്മുടെ മലയാളിയായ ദേവദാസനാണ്. അവരെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുവാണ്. ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം മതിയായവനാണ്. ഞാൻ വിശ്വസിക്കുവാണ് എത്രമാത്രം കഠിനമായ എത്രമാത്രം പ്രതികൂലങ്ങൾ നിറഞ്ഞ സ്ഥലമായാലും നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കുന്നുവെങ്കിൽ ആ ദേശത്ത് നമ്മുടെ കുടുംബത്തിനുള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾക്കുള്ളിൽ ദൈവം വലിയ ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മളെ അറിയാത്തവരായിരിക്കാം, നമുക്കറിയാവുന്ന സാഹചര്യങ്ങളായിരിക്കത്തില്ല, നമ്മളെ അറിയാത്ത നമ്മുടെ കൂടെ നിൽക്കുവാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ഇന്ന് രാവിൽക്കാലം പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിന്റെ ഇനി ഒരു ദിവസം കൂടെ മാത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുവാനുള്ളത്, നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും വഴികളെ തുറക്കുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധി ശക്തമായി മുന്നേറുവാൻ എല്ലാ ദൈവമക്കളെ ദൈവം
ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം മുന്നോട്ട് പോയല്ലോ. നമുക്കൊരു ദൈവജന ഭാഗത്തു നിന്ന് വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ സ്തോത്രം 7 മുതൽ സ്തോത്രം 11 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7, 8 അതുപോലെ 9, 10, 11 വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിന്റെ 7, 8 വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. അതിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സ്തോത്രം. നമുക്കൊരു നിമിഷം കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് ആ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ വചനവുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈ രാവിൽക്കാലം കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, അടിയിലൊന്നുമില്ല പച്ച, അങ്ങയുടെ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ഹല്ലേലൂയ തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. അങ്ങയുടെ വചനം ജീവനും ശക്തിയുള്ള വചനമാണ്. കർത്താവെ, ഇന്ന് രാവിൽക്കാലം അങ്ങയുടെ വചനം സംസാരിപ്പാൻ ഏഴയായ അടിയനെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവെ, അങ്ങയുടെ ബലവും ശക്തിയുള്ള കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇൻഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനെ സമർപ്പിക്കുന്നപ്പാ, ദൈവം കൃപ കൂടിയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം എന്റെ അപ്പച്ചന് അർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം, യേശുവിന്റെ അൻപാർ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മള് ഈ യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലയ ഈ യാക്കോബിന്റെ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ പൊതു ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അതിന് പല എഴുത്തുകാരാണ് ഉള്ളത്. സ്തോത്രം. അതുവരെ അലിയ റോമാ ലേഖനം മുതൽ എബ്രായ ലേഖനം വരെ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളിലാണ് അത് അറിയപ്പെടുന്നത്. എന്നാൽ യാക്കോബ് മുതൽ യൂദ വരെയുള്ള ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പല അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ട ലേഖനങ്ങളെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒരു പ്രതിവാദ വിഷയമാണ് വിശ്വാസം. നമ്മുടെ പ്രാക്ടീസിലാക്കണം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയായിട്ട് കാണിക്കണമെന്നാണ് അപ്പോസ്തലനായ യാക്കോബ് നമ്മളെ കുറിച്ച് പറയുന്നത്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, 1-ാം അധ്യായത്തിൽ കാണുന്നത് യഥാർത്ഥ വിശ്വാസം ദൈവവചനം അനുസരിക്കുന്നതാണ്. സ്തോത്രം. അതേപോലെ 2-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് മുഖപക്ഷമില്ലാത്തതാണ്. സ്തോത്രം. അതേപോലെ അതേ അധ്യായത്തിൽ പറയുന്നു, യഥാർത്ഥ വിശ്വാസം എന്നത് പ്രവർത്തികളാൽ തെളിയിക്കപ്പെടണമെന്ന് അപ്പോസ്തലനായ യാക്കോബ് പറയുകയാണ്. 3-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നു, യഥാർത്ഥ വിശ്വാസം നമ്മുടെ വാക്കുകളാൽ തെളിയിക്കപ്പെടുന്നതായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യഥാർത്ഥ വിശ്വാസത്തെ പറ്റി ഹല്ലേലൂയ നമ്മുടെ പ്രവർത്തികളിലൂടെ ആ വിശ്വാസത്തിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. നമ്മുടെ പ്രവർത്തികളിൽ വിശ്വാസത്തെ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലനായ യാക്കോബ് ഈ ലേഖനത്തിൽ ഉടനീളം നമുക്ക് വേണ്ടി പ്രബോധനം നൽകി തരുന്നത്. സ്തോത്രം. പലപ്പോഴും നാം കർത്താവിനെ വിശ്വസിക്കാറുണ്ട്, പലപ്പോഴും നാം കർത്താവിൽ വിശ്വസിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണം? പ്രവർത്തി പദങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ളതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മളോട് ദൈവവചനം പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണമെന്ന്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രായോഗിക ജീവിത തലത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും അതേപോലെ ആ ഒരു വിഷയത്തെ നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. സ്തോത്രം. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു തലത്തെ നമ്മൾ എത്രമാത്രം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാറുണ്ട്. സ്തോത്രം. അതിനെയാണ് അപ്പോസ്തലനായ യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ വിശ്വാസികളോട് പറയുന്നത്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ തലങ്ങളെ പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ രാവിൽക്കാലം പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിന്റെ അവസാനത്തിൽ നമ്മുടെ പ്രായോഗിക തലത്തിൽ നമുക്ക് വരുന്ന പരാജയങ്ങളെ കണ്ടുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ തന്നെ പരിമിതികളിടാതെ, നമ്മൾ തന്നെ അതിരുകളിടാതെ, മറിച്ച് നമുക്ക് എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയുമോ, എന്തൊക്കെ നമുക്ക് കർത്താവിന് വേണ്ടി നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയുമോ, ആ ഒരു തലങ്ങളെ എന്ത് ചെയ്യണം? നാം സ്തോത്രം ഓപ്പണാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം നമ്മുടെ സമൂഹങ്ങള്, നമ്മളായിരിക്കുന്ന
അല്ലെങ്കിൽ വിശ്വാസ സമൂഹങ്ങളൊക്കെ അതിനൊത്തിരി അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയോടുകൂടി എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസത്തെ നമ്മൾ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. സ്തോത്രം. അല്ലെങ്കിൽ കരുതേണ്ടവരെ കരുതണം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, സഹായിക്കേണ്ടവരെ സഹായിക്കണം, കൂടെ നിൽക്കേണ്ടവർക്ക് കൂടെ നിൽക്കണം. സ്തോത്രം. കഹല്യ. അങ്ങനെ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ മാറ്റിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുള്ളൂ എന്നാണ് യാക്കോബ് പറയുന്നത്. സ്തോത്രം. ആ ഒരു വിഷയത്തെ അല്ലല്ലോ ഞാൻ ഇന്ന് രാവിൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ച ദൈവവചന ഭാഗം ഇപ്രകാരമാണ്. സ്തോത്രം. അപ്പോസ്തലനായ യാക്കോബ് പറയുന്ന 3 കാര്യങ്ങൾ അവിടെ ഉണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട 3 കാര്യങ്ങൾ. ഇവിടെ പ്രകാരം ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. സ്തോത്രം. ഇവിടെ യാക്കോബ് പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് കീഴടങ്ങണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പദമാണ് കർത്താവേ, കർത്താവേ എന്ന് പറയുന്നത്. എന്നാൽ ആ കർത്താവേ എന്നുള്ള പദത്തിന്റെ യഥാർത്ഥമായ അർത്ഥം എന്താണ്? കർത്തൃത്വം നടത്തുന്നു എന്നാണ് പറയുന്നത്. സ്തോത്രം. കർത്തൃത്വം നടത്തുന്നവനാണ് കർത്താവ്. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ കർത്തൃത്വം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. കാരണം നമ്മൾ കർത്താവിനെ നമ്മുടെ പ്രഭുവായി, നമ്മുടെ രാജാതി രാജാവായി, കർത്താവായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിക്കേണ്ട കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണമായി അനുസരിക്കാറുണ്ടോ? സ്തോത്രം. ഇവിടെ വചനം പറയുന്ന ഇപ്രകാരമാണ്, നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങുന്നവരായി തീരണം. സ്തോത്രം. നമ്മൾ സറണ്ടർ യുവർ സെൽഫ് ടു ഗോഡ്. നമ്മൾ ദൈവസന്നിധി എന്താണ്? കീഴടങ്ങുന്നവരായി തീരണം. സ്തോത്രം. അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയും ഇപ്രകാരമാണ്. ഇവിടെ ഞങ്ങളുടെ ഈ ദേശത്തൊക്കെ എപ്പോഴും സംഭവിക്കാറുള്ള വിഷയമാണ് തീവ്രവാദ വിഷയം. ഈ തീവ്രവാദികള് ഒരു ഭവനത്തിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പട്ടാള ക്യാമ്പിൽ കയറിയാലോ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലോ, അവർ ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്താണ്? അവരുടെ മുമ്പിൽ നമ്മളെ കീഴടക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ആയുധങ്ങൾ കൊണ്ടും അവർക്ക് കയ്യിലുള്ള ആ പവർ കൊണ്ടും എന്താണ്? അവർ നമ്മളെ കീഴടക്കിയിട്ട് നമ്മൾ ഒന്നുമില്ല, നമ്മൾ സറണ്ടർ ചെയ്ത് അവർ പറയുന്നത് പോലെ കേൾക്കാൻ എന്ത് ചെയ്യും? അവര് നമ്മളെ അതിനു വേണ്ടിയിട്ട് അവരത് നമ്മളെ ചെയ്യുവാൻ ഇടവരും. സ്തോത്രം. അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അവര് നമ്മളെ കൊല്ലുവാൻ ഇടവരും. സ്തോത്രം. നോക്കണം. ദൈവത്തിനും എന്താണ്? ആ ഒരു തലത്തെക്കാളിലും മറ്റൊരു തലത്തിൽ ദൈവത്തിന് വചനം പറയുകയാണ്, നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് കീഴടങ്ങണം. സ്തോത്രം. നമ്മൾ ഇന്ന് രാവിലെ സമയം ദൈവസനായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ ഒന്നുമില്ല, നമുക്കുള്ള ബുദ്ധിയും ജ്ഞാനവും അറിവും നമ്മുടെ കഴിവും എല്ലാം എന്ത് ചെയ്യണം? ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ എന്നാകിയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് നമ്മൾ ഒത്തിരി യുദ്ധം ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ ഒത്തിരി പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടതായിട്ടില്ല. നമ്മൾ നിൽക്കുന്ന ഇടം, നമ്മൾ നിൽക്കേണ്ടതുപോലെ ദൈവസന്നിധി നിൽക്കുമ്പോൾ പിശാച് എന്ത് ചെയ്യും? നമ്മളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. നോക്കണം. നമ്മൾ ദൈവത്തിന് കീഴടങ്ങാതെ, ദൈവസന്നിധി നമ്മൾ ഒതുങ്ങിക്കൊടുക്കാതെ, ദൈവസന്നിധി നമ്മൾ ആകേണ്ടതുപോലെ ആയിത്തീരാതെ, നമ്മൾ എത്ര അന്യഭാഷയിൽ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ ശക്തി ഉപയോഗിച്ചോ ബുദ്ധിമണ്ഡലത്തിൽ നമുക്കറിയാവുന്ന രീതിയിൽ പിശാചിനെ ശാസിക്കുകയും എതിർക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. മറിച്ച് ദൈവത്തിന്റെ വചനം പ്രാരംഭം പറയുന്നതാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കീഴടങ്ങുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കാരണം ചോദിച്ചാൽ, നമ്മൾ ദൈവസന്നിധി കീഴടങ്ങുമ്പോൾ നമ്മളെ എതിർക്കുന്ന പൈശാചിക തലങ്ങൾ എന്ത് ചെയ്യും? നമ്മളെ വിട്ട് ഓടിപ്പോകുവാൻ ഇടവരും. സ്തോത്രം. കാരണം ചോദിച്ചാൽ, ഈ പൈശാചിക തലത്തെ നേരിടുന്നത് നമ്മുടെ ശാരീരികമായി ബലം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ അല്ല, മറിച്ച് നാം ദൈവസന്നിധിയിൽ ആയിത്തീരേണ്ടതുപോലെ ഇന്ന് രാവിലെ കാലം നാം ആയിത്തീരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളോട് എതിർക്കുന്ന പൈശാചിക തലങ്ങൾ, നമ്മളെ എതിർത്ത് നിൽക്കുന്ന, നമ്മളോട് പോരിടുന്ന അവന്റെ എല്ലാ ആയുധങ്ങളെയും തകർക്കുവാൻ ശക്തിയുള്ളതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണം. നമ്മൾ ദൈവസന്നിധി കീഴടങ്ങുവാൻ തടസ്സമായിട്ടുള്ളത് എന്താണ്? അപ്പോസ്തലനായ യാക്കോബ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. സ്തോത്രം.
നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കീഴ്പ്പെട്ടു പോകുവാൻ തടസ്സമായിട്ടുള്ളത് ലോകത്തിന്റെ സ്നേഹമെന്ന് അപ്പോസ്തലനായ യാക്കോബ് പറയുകയാണ്. കാരണം ഈ ലോകത്തിന്റെ സ്നേഹം നമ്മളിലുള്ളിലേക്ക് കടന്നു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ദൈവത്തിന് കീഴടങ്ങുവാൻ കഴിയത്തില്ല. സ്തോത്രം. ദൈവത്തിന് നമ്മള് കീഴ്പ്പെട്ടിരിക്കുവാൻ കഴിയത്തില്ല. കാരണം ലോകം നമ്മളെ ഭരിച്ചാൽ, ലോകത്തിലുള്ളത് നമ്മളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെന്താണ്? നമ്മൾക്ക് തന്നെ നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല. കാരണം നോക്കണം, പണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ എത്രമാത്രം മാറിപ്പോകും. അത് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതൊക്കെ നമുക്ക് ലഭിച്ചാൽ നമ്മൾ ആരെങ്കിലും ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിരിക്കുമോ? ഇല്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അതുപോലെ പിശാച് നമ്മളെ കൺട്രോൾ ചെയ്യുവാൻ, നമ്മളെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമാണ് ഈ സാമ്പത്തിക വിഷയം എന്ന് പറയുന്നത്. നോക്കണം, കർത്താവ് 40 ദിവസം ഉപവസിക്കുമ്പോൾ കർത്താവിന്റെ അടുത്ത് വന്നിട്ട് പിശാച് എന്താണ് പറഞ്ഞത്? നീ എന്റെ ഒന്ന് നമസ്കരിച്ച, എന്നെ വീണ് നമസ്കരിച്ച ഈ ലോകം മുഴുവൻ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് തരും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ, കർത്താവിനെ പരീക്ഷിച്ച് പറയുക, നീ ദൈവപുത്രനെങ്കിൽ ഇന്നതുപോലെ ചെയ്യുക. ഹല്ലേലൂയ. ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറയുക, എന്നെ ഒന്ന് നമസ്കരിക്കുക. സ്തോത്രം. ഇങ്ങനെയൊക്കെ പിശാച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പിശാചിന്റെ വാക്കുകളെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവ് അവനെ ജയിക്കുന്ന എങ്ങനെയാണ്? ദൈവവചനത്തിലൂടെയാണ്. സ്തോത്രം. പറയാണ്, അവിടെ പിശാച് പറയുന്ന ഓരോ പരീക്ഷകൾക്കും ഓരോ വാക്കുകൾക്കും കർത്താവ് മറുപടി പറയുന്നത് സ്വന്തം ബുദ്ധി കൊണ്ടല്ല. തിരുവഴുത്തിൽ ഇങ്ങനെ പറയുന്നില്ലയോ? ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലയോ? തിരുവഴുത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലേ എന്ന് പറയുന്ന വചനത്തിലൂടെയാണ് പിശാചിനെ കർത്താവ് അവിടെ ജയിച്ചത്. സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന പ്രലോഭനങ്ങളെയും പരീക്ഷകളെയും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ആഗ്രഹങ്ങളെ എല്ലാം നമ്മൾ വിവേചിക്കണം. സ്തോത്രം. കാരണം നമ്മൾ ഒന്ന് ചിന്തിക്കണം, ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നിന്നും എന്നെ അകറ്റിക്കളയുവാൻ ഉള്ളതാണോ ഈ പ്രലോഭനങ്ങൾ? എന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ ഓഫറുകൾ, അല്ലെങ്കിൽ എന്റെ മുമ്പിൽ കടന്നു വരുന്ന ഈ വഴികളൊക്കെ എന്താണ്? ദൈവസന്നിധിയിൽ എന്നെ അകറ്റുന്നതാണോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ കർത്തൃത്വത്തിൽ നിന്നും എന്നെ അകറ്റിക്കളയുന്നതാണെന്ന് നാം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. കാരണം ചോദിച്ചാൽ നമ്മളെ വല്ലവിധേനയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനാണ് പിശാച് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ലോകം തന്നെ നമുക്ക് നൽകിത്തരും. ലോകത്തിലെ എന്ത് വേണമെങ്കിലും നമുക്ക് നൽകിത്തരും. കാരണം പിശാചിന് നമ്മളെ വല്ലവിധേനയും തകർത്ത് കളയാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകം നമുക്ക് സ്തോത്രം, ലോകത്തോട് നാം എന്താണ്? ഒരുമപ്പെട്ട് പോകുവാനല്ല, ലോകത്തോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാനല്ല, ലോകത്തിന്റെ സ്നേഹം പിൻപറ്റി മറ്റുള്ളവരെ അഭിപ്രായങ്ങൾ കേട്ടു പോകുവാനല്ല ഒരു ദൈവവചനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോകം അവന് എതിരാണെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പൽക്കാലം ലോക സ്നേഹം വെച്ചിട്ട് സ്തോത്രം, ലോകമേ നീ എന്റെ കൂടെ നിൽക്കെന്ന് പറഞ്ഞു നാം കർത്താവിനെ പിൻപറ്റുവാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. സ്തോത്രം. കാരണം നാം ദൈവത്തിന് എപ്പോഴും കീഴടങ്ങിയിരിക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. സ്തോത്രം. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ശത്രു എന്നുള്ളത്, ഗലാത്യ ലേഖനം നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ 5-ന്റെ സ്തോത്രം 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവാൻ കഴിയാത്ത ഒരു ശത്രു എന്ന് പറയുന്ന അവിടെ പറയുന്നു. അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ലെന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നമ്മുടെ ഏറ്റവും ബദ്ധ ശത്രു എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ജഡമാണ്, നമ്മുടെ ശരീരമാണ്. ഇവിടെ പറയുന്നു, ജഡാഭിലാഷമുള്ളവർക്ക് ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ, പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അവിടെ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. സ്തോത്രം. ഇന്ന് രാവിൽക്കാലം പ്രിയപ്പെട്ടവരെ, നാം അനുസരിച്ച് നടക്കേണ്ടത്, നാം കീഴ്പ്പെട്ടിരിക്കേണ്ടത്, നാം ആർക്കാണ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഇന്ന് രാവിൽക്കാലം നാം മനസ്സിലാക്കണം. സ്തോത്രം. കാരണം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നമ്മൾ ഇന്നലെ കേട്ടതാണ്, നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. ഇന്ന് രാവിൽക്കാലം നമ്മൾ ചിന്തിക്കണം, നമ്മളായിരിക്കുന്ന ഈ ശരീരം പോലും അത് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെടേണ്ടതാ. സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ നമ്മുടെ ശരീരത്തെ
ജീവനും പ്രസാദമുള്ള യാഗമായി നമ്മൾ അർപ്പിക്കപ്പെടണം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പലക്കാലം നമുക്ക് തന്നെ പറയുവാൻ എന്താണ്? നമുക്കൊന്നുമില്ല. അതെല്ലാം ഉള്ളതെല്ലാം എന്താണ്? ദൈവത്തിൻ്റെതാണ്. നമുക്ക് തന്ന കഴിവ്, നമുക്ക് തന്ന ബുദ്ധി, നമുക്ക് തന്ന അറിവ്, നമുക്ക് തന്ന വിദ്യാഭ്യാസം എല്ലാം എന്താണ്? ആ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാനുള്ളതാണ്. സ്തോത്രം. അങ്ങനെ സമർപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ? ആ ദൈവസന്നിധിയിൽ എന്നും അനുദിനം മുന്നേറുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാവിൽക്കാലം പ്രിയപ്പെട്ടവരെ, യാക്കോബ് അതിനോട് പറയാണ്, പൗലോസ് പറയാണ്, നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങൾ എപ്പോഴും എന്താണ്? നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് ശത്രുതയാണ്. സ്തോത്രം. ഇന്ന് രാവിൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞിട്ട് സ്തോത്രം ബാക്കിയുള്ള എല്ലാ സമയവും അതെന്താണ്? നമ്മൾ ജഡത്തിന്റെ ഇഷ്ടങ്ങളെ നിറവേറ്റി പോകുവാനല്ല. നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഒന്ന് രണ്ട് മണിക്കൂറുകൾ ദൈവത്തെ ആലയത്തിൽ ഇരുന്ന് ആരാധിച്ചിട്ട് ബാക്കിയുള്ള 6 ദിവസവും നമ്മുടെ ഇഷ്ടം നിറവേറ്റുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാവിൽക്കാലം ഓർത്തുകൊള്ളണം, ഈ സൂം മീറ്റിംഗിൽ നമ്മൾ ദൈവസന്നിധി മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നമ്മൾ ജോലി കടന്നു പോകുമ്പോഴും, നമ്മുടെ യാത്രകളിലും, നമ്മുടെ ഭവനത്തിലായിരുന്നു ജോലി ചെയ്യുമ്പോഴും, നമ്മുടെ ഓഫീസിലായിരിക്കുമ്പോഴും ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടെ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലും എല്ലാം ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ദൈവം നോക്കുന്ന ഒരു കാര്യമാണ്, എന്റെ പൈതൽ, എന്റെ മകൻ, എന്റെ മകൾ എവിടെ പോയാലും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അവനിലൂടെ, അവളിലൂടെ, എന്റെ മക്കളിലൂടെ സ്തോത്രം ദൈവനാമം മഹത്വപ്പെടണം. എന്നിലൂടെ സ്തോത്രം നമ്മളിലൂടെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുന്ന പ്രവർത്തികളും വാക്കുകളും എന്തിനും നമ്മളിലൂടെ പുറപ്പെടണം. സ്തോത്രം, ഹല്ലേലൂയ. കാരണം നമ്മൾ ഓർത്തുകൊള്ളണം, എന്താണ്? നമ്മുടെ മേൽ കർത്തൃത്വമുള്ള ദൈവമുണ്ട്. സ്തോത്രം. നമ്മൾ വെളിയിലോട്ട് കടന്നു പോകുമ്പോഴായിരിക്കും നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്തവരിലൂടെ എന്ത് ചെയ്യും? പല കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വരുന്നത്. സ്തോത്രം. ഒന്നും അറിയാത്ത കാര്യത്തിൽ ചിലപ്പോൾ ചീത്തവിളി കേൾക്കാം, ഒന്നും അറിയാത്ത കാര്യത്തിന് നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകാം. നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മൾ ശരിയായിരിക്കാം, പക്ഷെ ഓപ്പോസിറ്റിൽ നിന്ന് അല്ലെങ്കിൽ പുറകിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരാം. പക്ഷെ അവിടെ എല്ലാം നാം തെളിയിക്കപ്പെടേണ്ട എന്താണ്? ഞാനല്ല, എന്റെ മേലൊരു കർത്തൃത്വമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് കീഴ്പ്പെട്ടവനാ, ഞാൻ ദൈവത്തിന് കീഴ്പ്പെട്ടവളാ. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് മറുപടി പറയുവാൻ കഴിയുന്നവരായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് നല്ലപോലെ ശകാരിക്കാൻ ഉള്ള അവസരം ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് അയാളോട്, നമ്മുടെ എതിരാളികളോട് കയർത്തു പറയുവാൻ കഴിയാമായിരിക്കാം. പക്ഷെ അവിടെ എല്ലാം മൗനമായിട്ടിരുന്ന് ഹല്ലേലൂയ, ഞാൻ പറയുവാൻ എനിക്ക് യോഗ്യനല്ല, എന്റെ മേലൊരു കർത്തൃത്വമുള്ളവനുണ്ട്, എന്റെ മേലൊരു യജമാനനുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ നാവിനെയും എന്റെ ശരീരത്തെല്ലാം വിട്ടുകൊടുത്ത ഒരു മണ്ഡലമുണ്ട്. അതിന് ഞാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ ഹല്ലേലൂയ സ്തോത്രം മറ്റൊരു ഭാഗത്ത് യാക്കോബ് പറയുന്ന ഒരു വിഷയമാണ്. 3-ാം അധ്യായത്തിൽ താൻ പ്രതിപാദിക്കുന്ന വിഷയമാണ്, നാവിനെ എന്ത് ചെയ്യണം? നാം കടിഞ്ഞാടിടണം. സ്തോത്രം. കാരണം നാവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതാണ്. കാരണം ഒരേ വായ് കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു, അതേ വായ് കൊണ്ട് നാം എന്ത് ചെയ്യാൻ പാടില്ല? നാം ചീത്ത പറയുവാനോ ശാപവാക്കുകൾ പറയുവാനോ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത മറ്റൊരു കാര്യങ്ങളും നമ്മുടെ അധരങ്ങളിലൂടെ നമ്മുടെ അനുഗ്രഹത്തെ നഷ്ടപ്പെടുന്ന ഒന്നും നാം എന്ത് ചെയ്യില്ല? ഉച്ചരിക്കാൻ പാടില്ല. ഈ 3-ാം അധ്യായം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് നാം പറയണം, കർത്താവേ, എന്റെ നാവിനെ ശുദ്ധീകരിക്കണമേ, എന്റെ അധരത്തെ ശുദ്ധീകരിക്കണമേ. എന്നിലൂടെ കർത്താവേ, പെട്ടെന്ന് എനിക്ക് വരുന്ന ദേഷ്യത്തിലൂടെ, കോപത്തിലൂടെ, എന്റെ ജഡത്തിന്റെ സ്വഭാവങ്ങളിലൂടെ എന്നിൽ നിന്നും നഷ്ടമാക്കി കളയുന്ന എന്റെ ഒരു പാത്രത്തിൽ ഓട്ട വീണ് എന്റെ അനുഗ്രഹങ്ങൾ നഷ്ടമായി കളയുന്ന എന്റെ ജീവിതത്തിന്റെ സ്വഭാവങ്ങളെല്ലാം ദൈവം മാറ്റണമേ എന്ന് എന്ത് ചെയ്യും? നാം ദൈവത്തിനെ കരഞ്ഞു പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ അധരത്തിലാണ് ദൈവം അധികാരവും ശക്തിയും തന്നിരിക്കുന്നത്. നമ്മുടെ അധരത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നാം ദൈവത്തെ സ്തുതിക്കുന്നത്. നാം മറ്റുള്ളവരോട് പറയാൻ ഒക്കാത്ത വാക്കുകൾ പറഞ്ഞിട്ട് എന്താണ്? ദൈവത്തെ ഒരിക്കലും ആരാധിക്കരുത്. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ ഇരുന്ന് എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, നമ്മളെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ അങ്ങ് ക്ഷമിക്കണമേ, എന്റെ വാക്കുകൾ, എന്റെ പ്രവർത്തികൾ നമുക്കൊരിക്കലും നമ്മൾ സ്വയം നീതീകരിച്ചുകൊണ്ട് നാം ഒരിക്കലും ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവസന്നിധി എപ്പോഴും ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അതാണ് യാക്കോബ് പറയുന്നത്, നമ്മുടെ
എന്താണ്? മുഴു ശരീരത്തെ പാപത്തിലേക്ക് നയിക്കുന്ന, അശുദ്ധമാക്കുന്നതാണ് നമ്മുടെ നാവ്, അല്ലെ? നമ്മൾ ഒത്തിരി മണിക്കൂർ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഒറ്റ വാക്ക് പോലെ, അല്ലെ? ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അവിടെ മൊത്തവും എന്ത് ചെയ്യും? നമ്മൾ അശുദ്ധമായി തീരാറുണ്ട്. അതാണ് പിശാച് പലപ്പോഴും നമ്മളോട് ചെയ്യുന്നത്. സ്തോത്രം. നമ്മുടെ ആദരത്തെ അശുദ്ധമാക്കിക്കൊണ്ട് നമ്മൾക്ക് ലഭിച്ച ദൈവ സാന്നിധ്യത്തെ നഷ്ടമാക്കി, അല്ലെ, നമ്മള് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന അവന്റെ പദ്ധതികൾ എന്ത് ചെയ്യണം? നാം തിരിച്ചറിയണം. സ്തോത്രം. നമ്മൾ ഒത്തിരി ദൂതുകളും ഒത്തിരി കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇന്നും നമ്മൾ അതേ നിലവാരത്തിൽ കഴിയുന്നെങ്കിൽ ഓർത്തുകൊണ്ടും നമുക്ക് എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, നമുക്ക് എവിടെയാണ് കുറവ് സംഭവിച്ചത്, നമുക്ക് എവിടെയാണ് ഇനി പരിഹരിക്കപ്പെടുവാനുള്ളത്, ഇന്ന് രാവിലെ കാലം ആ തലങ്ങളെ ഇന്ന് രാവിലെ കാലം നാം തിരിച്ചറിഞ്ഞ് ഇന്ന് രാവിലെ കാലം നാം ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളെ എതിർക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. അല്ലെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നവരെങ്കിൽ, നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് അനുസരിക്കുന്നവരെങ്കിൽ, പൂർണ്ണമായി വിനയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പലകാലം പറയുന്നു, നിങ്ങളെ ഇന്നും വിട്ടു മാറിപ്പോകുന്ന, നിങ്ങൾ പോലും അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തെ വിട്ടു പോകുന്ന, നമ്മുടെ കുടുംബത്തിൽ നിന്നും അലിയ ഓടിപ്പോകുന്ന ഒരു തലമുണ്ട്. കാരണം അലിയ പിശാചിനറിയാം, ഇവൻ ദൈവത്തോട് ചേർന്നിരിക്കുക, ഇവൻ ദൈവത്തോട് പറ്റിയിരിക്കുക, ഇവൻ ദൈവത്തോട് അലിയ അടുത്തിരിക്കുക, ഇനിയും എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവൻ എത്രമാത്രം ദൈവത്തിന് അകന്നിരുന്നുവോ അപ്പോഴൊക്കെ എനിക്ക് അവനിൽ പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നു, അവനിൽ അവിശ്വാസം കൊണ്ടിടുവാൻ കഴിയുമായിരുന്നു, ദൈവത്തിനെതിരായി ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയുമായിരുന്നു, അല്ലെ പലപ്പോഴും അവനെ പ്രാർത്ഥനയെ നിരാശപ്പെടുത്തുവാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ പൈശാചിക തലങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക, നമ്മൾ അറിയാതെ തന്നെ ആത്മതലത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് പലകാലം പ്രിയപ്പെട്ടവരെ നമുക്ക് പറയുവാൻ കഴിയണം, ഞാൻ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുക, ഞാൻ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുക, എന്റെ കുടുംബത്തെ സമർപ്പിച്ചിരിക്കുക, എന്റെ തലമുറകളെ സമർപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. ലോകമേ, നിനക്കിനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അല്ലെ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അല്ലെ, ഇതെല്ലാം നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നതാ. ഇന്ന് പലകാലം പ്രിയപ്പെട്ടവരെ, പിശാച് നമ്മളെ കൊണ്ടുവച്ച അവന്റെ അവകാശങ്ങളെ നാം തിരിച്ചറിയണം. ഏത് പ്രലോഭനങ്ങളാണ് നമ്മൾ വീണുപോയത്, ഏത് പരീക്ഷകളാണ് വീണുപോയത്, ഏത് സ്വഭാവമാ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്, അല്ലെ, ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവാൻ ഇന്ന് രാവിലെ കാലം നമ്മളിൽ ഹല്ലേലൂയ സ്തോത്രം ഉയർന്നിരിക്കുന്ന എല്ലാ പൈശാചിക തലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പലകാലം കർത്താവേ, ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ജഡത്തിന്റെ പ്രവർത്തികളെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് ഗലാത്യ ലേഖനത്തിന്റെ മറ്റൊരു ഭാഗത്ത് 5-ാം അധ്യായത്തിന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടി എന്ത് ചെയ്യണം? നാം ക്രൂശീകരിക്കുന്നവരായി തീരണം. നാം അതിനെ ക്രൂശിക്കണം. ക്രൂശിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 2 കൈകാലുകളും കാലുകളും നമ്മളെല്ലാം എന്താണ്? ആ ക്രൂശിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ടിരിക്കണം. നമ്മൾ ഒരു വിഷയം വരുമ്പോൾ ഈ കൈ പ്രതികരിക്കാൻ പാടില്ല, ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ ആദരം പ്രതികരിക്കാൻ പാടില്ല. ക്രൂശിക്കപ്പെട്ട വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അവന്റെ കരങ്ങളോ അവന്റെ അധരങ്ങളോ അല്ലെങ്കിൽ അവനിലുള്ള ഞാൻ എന്ന് പറയുന്ന ഭാവത്തെയോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവന് പ്രതികരിക്കാൻ പാടില്ല. സ്തോത്രം. കാരണം അവൻ ക്രൂശിക്കപ്പെട്ടവനാ. ഇന്ന് പലകാലം ലോകത്തോട് പറയണം, ഞാൻ ക്രൂശിക്കപ്പെട്ടവളാ, അല്ലയാ, ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, എന്നിലൂടെ ക്രിസ്തുവാ, ഞാൻ ജീവിക്കുന്നത് ഇനിയും ഞാൻ എന്നെ ക്രിസ്തുവിന് വേണ്ടിയിട്ടാ ജീവിക്കുന്നത്. ഇത് പലകാലം പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇനി പിശാച് പരാജയപ്പെടുത്തുവാൻ പാടില്ല. ഹല്ലേലൂയ. അതാണ് യാക്കോബ് ലേഖനത്തിന്റെ സ്തോത്രം മുമ്പ് നമ്മൾ വായിച്ചത് 5-ാം വാക്യത്തിൽ പറയുന്നു, അവിടെ ഒരു പാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. 6-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വേണ്ട താഴ്മയോട് അല്ല സ്തോത്രം, ദൈവസന്നിധി താഴ്ന്നിരിക്കുവാനാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിഗളികളോട് എന്ത് ചെയ്യണം? അവൻ എതിർത്ത് നിൽക്കുന്നു. നിഗളികളെ എതിർക്കുന്ന ദൈവമാണ്. സ്തോത്രം. എന്നാൽ നമുക്ക് വേണ്ടത് എന്ത് വന്നാലും ദൈവസന്നിധി താഴ്ന്നിരിക്കുവാൻ, കർത്താവേ, ഞാൻ നിന്റെ ദാസിയാണ്, ഞാൻ നിന്റെ ദാസനാണ്, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടെ, കർത്താവേ, എനിക്ക് എന്റേതായ ഒരു അഭിപ്രായമില്ല, എനിക്ക് എന്റേതായ ഒരു ചോയ്സ് ഇല്ലപ്പാ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ കഷ്ടതയിലൂടെ കടന്നു പോകണമെങ്കിൽ അതായിക്കൊള്ളട്ടെ. കർത്താവ്, ഈ ജീവിതത്തിൽ ഈ വിഷയം എന്റെ ജീവിതത്തിൽ ഞാൻ നേരിടണമെങ്കിൽ അതായിക്കൊള്ളട്ടെ. അങ്ങ് എന്താണ് അപ്പൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഞാൻ നിവർത്തിപ്പാൻ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. നമ്മൾ ഒന്നാമത് കണ്ടെന്താണ്? നാം ദൈവസന്നിധി കീഴടങ്ങിയിരിക്കണം. രണ്ടാമതായി യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ സ്തോത്രം, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട്
അടുത്തു വരും. സ്തോത്രം. ഇന്ന് പൽക്കാലം നമ്മൾ എന്താണ് ഈ വർഷം നമ്മളെ പിന്നിടുവാൻ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ നാം ഒരു സ്റ്റെപ്പ് കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുക. സ്തോത്രം. ഇന്ന് പൽക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. സ്തോത്രം. നാം ദൈവത്തിന്റെ വലിയ പുത്രത്വം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ മക്കൾ എപ്പോഴും അപ്പനോട് ചേർന്നിരിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. നമ്മളും ദൈവവും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? ഒത്തിരി ദൂരമൊന്നുമില്ല. നാം ദൈവസന്നിധിയിലേക്ക് വെക്കുന്ന ആ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ദൈവസന്നിധിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. കാരണം നാം ദൈവസന്നിധിയിൽ എത്രമാത്രം സ്റ്റെപ്പ് വെക്കുമോ അത്രയും അടുത്ത് വരുന്ന ഒരു സ്വർഗീയ അപ്പച്ചനാ നമുക്കുള്ളത്. സ്തോത്രം. നമ്മളെ അറിയാവുന്നവരോ നമ്മുടെ കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ പ്രതീക്ഷിച്ച ലോകത്തുള്ള മറ്റാരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഒരു ഉറപ്പ് ഇന്ന് രാവിലെ കാലം വരുത്തണം. ഈ വർഷത്തിന്റെ അവസാനം ഒരു ഉറപ്പോട് കൂടിയിട്ട് വേണം അടുത്തൊരു വർഷത്തേക്ക് സ്റ്റെപ്പ് വെക്കുവാൻ. ഞാൻ ദൈവത്തോട്, എന്നോട് കൂടെ ദൈവമുണ്ട്. സ്തോത്രം. അല്ലെ, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഒത്തിരി വിഷയങ്ങളോ ഒക്കെ കാണും. പക്ഷേ ഇന്ന് ഒരു ഉറപ്പ് പ്രാപിക്കണം. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഈ വർഷത്തിന്റെ ഇതുവരെ നടത്തിയ ദൈവം അടുത്ത വർഷത്തേക്ക്, പുതുവർഷത്തേക്ക് എന്നെ കരം പിടിച്ച് നടത്തുവാൻ, എന്നെ ശക്തീകരിക്കുവാൻ, അല്ലെ എന്നോട് കൂടെ ആ സ്വർഗത്തിൽ അപ്പച്ചനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിലാക്കാണ് എന്റെ ചിന്ത കടന്നു വരുന്നത്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കെല്ലാം പരിചിതമായ ഒരു വചനമാണ്. ഒരപ്പന്റെ 2 മക്കൾ ഉണ്ടായിരുന്നു. അതിലൊരു മകൻ പറയാം, സ്തോത്രം, അപ്പാ എനിക്കുള്ള സ്വത്തുക്കളൊക്കെ തന്നേക്ക്, എനിക്കുള്ള വീതം, അവനുള്ള സ്വത്തുക്കളൊക്കെ സമ്പാദ്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവൻ എന്ത് ചെയ്യാണ്? ദൂരദേശത്തേക്ക് കടന്നു പോവുകയാണ്. അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നോക്കണം, സ്വന്തം അപ്പന്റെ ഭവനത്തിൽ താമസിച്ച് അപ്പന്റെ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് അപ്പനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകൻ. എന്നാൽ ആ അപ്പനോട് അവൻ പറയുകയാണ്, സ്തോത്രം, എനിക്ക് എന്താണ് എന്റെ സ്വത്തുവകകളൊക്കെ തന്നേക്കാൻ പറഞ്ഞ് അവന്റെ അവകാശം പോലെ അത് വാങ്ങിച്ചെടുത്തിട്ട് അപ്പന്റെ ഭവനത്തിൽ അവൻ എന്ത് ചെയ്യാണ്? ദൂരത്തേക്ക് കടന്നു പോവുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്. അവിടെ പറയുന്നത്, ഏറിയ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. സ്തോത്രം. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. നോക്കണം, ഒന്നിനും കുറവില്ലാതിരുന്ന ഒരു പയ്യന, ഒന്നിനും കുഴപ്പമില്ലാതിരുന്ന ഒരു മകനാണ്. പക്ഷേ അപ്പന്റെ ഭവനത്തിൽ നിന്ന് അവൻ എന്ന് ദൂരത്തായോ അന്ന് തൊട്ട് അവന്റെ പ്രശ്നങ്ങൾ ആരംഭിക്കും. അവൻ ആദ്യമൊക്കെ അത് നല്ലതായിട്ട് തോന്നി. സ്വത്തുക്കളും സമ്പാദ്യങ്ങളും ഒക്കെ കൂടുള്ളപ്പോൾ ഒത്തിരി കൂട്ടുകാരും ഒക്കെ അവന് ആ ദേശത്ത് ലഭിച്ചു. പക്ഷേ അവിടെ പറയുന്നു, അവന്റെ സമ്പാദ്യങ്ങളെല്ലാം തീർന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അവനെ ആ സമ്പാദ്യങ്ങളിൽ നിന്നും അവനുണ്ടായിരുന്ന ആ കൂട്ടുകാരിൽ നിന്നും എല്ലാം അവനെ താഴ്ചയിലേക്ക് കൊണ്ടുപോയ മറ്റൊരു ജീവിതത്തിന്റെ ആ താഴ്ചയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയ ഒരു തലമുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് പലകാലം ഓർത്തോണം, നാം അപ്പനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും കുറവില്ല ദൈവമക്കളെ. ഇന്ന് പലകാലം നാം ചിന്തിക്കേണ്ടത്, സ്തോത്രം, നാം എവിടെയാണ് ഇന്ന് രാവിലെ കാലം നിൽക്കുന്നത്? അപ്പനോട് അടുത്താണോ അതോ അപ്പനിൽ നിന്ന് ദൂരെയാണോ? സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ മകന്റെ അവസ്ഥ അവിടെ പറയുന്നതാണ്. അവൻ ഏറ്റവും അവസാനം അവിടെ പറയാണ്, ക്ഷാമം വന്നിട്ട് അവൻ ഏറിയ മുട്ട് വന്നു. അവസാനം അവനെ കൊണ്ടെത്തിക്കുന്നത് പന്നികളെ മേയ്ക്കുന്ന ഒരു ജോലിക്കായിട്ടാണ്. അവിടെയും കാണുന്നു, പന്നികൾ കൊടുക്കുന്ന വാളവര പോലും അവൻ എടുത്ത് കഴിക്കത്തക്കവണ്ണം അതുപോലും ലഭിക്കാതെ വണ്ണം അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ അവനെ കൊണ്ടെത്തിക്കുവാൻ ഇടവന്നു. ഇന്ന് പലകാലം പ്രിയപ്പെട്ടവരെ, അപ്പൻ ഇന്ന് അകന്നു പോകുമ്പോൾ, നമ്മുടെ സ്വർഗീയ പിതാവ് ഇന്ന് അകന്നു പോകുമ്പോൾ ആദ്യമൊക്കെ നല്ല സുഖം തോന്നും, നല്ലതാന്ന് തോന്നും, കുഴപ്പമില്ലെന്ന് തോന്നും, അതൊക്കെ മതിയെന്ന് തോന്നും. ഇന്ന് പലകാലം ഓർത്തുകൊണ്ടും നാം എത്രമാത്രം ദൂരെ പോകുമോ അത്രമാത്രം ശോചനീയമായ താഴ്ചയുടെ അനുഭവത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ പറയുകയാണ്, സ്തോത്രം, അവന് ഏറ്റവും അവസാനം ഒരു സുബോധം കടന്നു വന്നു, അവനൊരു ചിന്ത കടന്നു വന്നു. അവൻ പറയുകയാണ്, എന്റെ അപ്പന്റെ ഭവനത്തിൽ വേലക്കാർ തിന്നു ശേഷിപ്പിക്കുന്ന എത്രയോ ആഹാരമുണ്ട്, അതിലെങ്കിലും എനിക്ക് ലഭിച്ചാൽ മതിയാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ കടന്നു വരുവാൻ ഇടവന്നു. സ്തോത്രം. അവിടെയാണ് അവന്റെ ജീവിതം മാറി മറിയുവാൻ ഇടവന്നത്. സ്തോത്രം. ഇന്ന് പലകാലം ഓർത്തോണം, അവന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ വായിക്കുകയാണ്,
അവന് സുബോധം വന്നിട്ട് അവൻ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. അവിടെ പറയാണ്, അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പനോട്, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ എന്ന് പേര് വരുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ഒരു കൂലിക്കാരൻ ഒരുത്തനായി എന്നെ കൂട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് അവൻ അപ്പനോട് പറയുമെന്ന് പറഞ്ഞ് അവൻ തീരുമാനമെടുക്കുക. ഇന്ന് പലകാലം അവിടെയാണ് അവന്റെ ജീവിതത്തെ മാറ്റുവാൻ ഇട വന്നത്. അവിടെ നോക്കണം, ഞാൻ അതൊക്കെ പറയുവാനല്ല ആഗ്രഹിച്ചത്. അവിടെ നോക്കണം, ദൂരെ നിന്ന് ഈ അപ്പൻ ഈ മകനെ കാണുമ്പോൾ അവിടെ പറയുന്നതാണ്, അപ്പൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. അപ്പൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചില്ലേ. കാരണം ഈ അപ്പൻ എന്നും നോക്കിയിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഒത്തിരി പേര് ഈ ഭവനത്തിലേക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി, പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരാറുണ്ട്. പക്ഷേ അപ്പന്റെ ശ്രദ്ധ അതൊന്നുമല്ല. അപ്പൻ നോക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എന്നിൽ നിന്ന് അകന്നു പോയ എന്റെ ഒരു മകനുണ്ട്, സ്തോത്രം, അവൻ ഒരു നാൾ തിരിച്ചു വരും. അപ്പനറിയാം അവന്റെ സമ്പാദ്യങ്ങളൊക്കെ പരിമിതപ്പെട്ടതാണ്. അപ്പനറിയാം അവന്റെ സമ്പാദ്യങ്ങളൊക്കെ തീർന്നു പോകുന്ന ഒരു നാൾ, അവന് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു ദുർഘ സമയം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് അവൻ എന്നിലേക്ക് അടുത്തു വരുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് അപ്പൻ നോക്കുക, കടന്നു വരുന്ന മുഖത്തേക്കെല്ലാം നോക്കുക, ഇതെന്റെ മകനാണോ, ഇതെന്റെ മകനാണോ. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ആ മകൻ അപ്പന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോ അപ്പൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. കാരണം അപ്പൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. അപ്പൻ ചിന്തിക്കുന്നത്, ഈ മകൻ എന്നെ കണ്ടിട്ട് ഒരിക്കലും പിന്തിരിഞ്ഞു പോകുവാൻ പാടില്ല. നോക്കണം, അപ്പന്റെ ഹൃദയം എത്ര വേദനിക്കുന്നുണ്ട്. ഇന്ന് പലക്കാലം നാം അപ്പന്റെ ഭവനത്തിൽ ദൂരത്താണോ, അവൻ ദൂരത്താണെങ്കിൽ ഇന്ന് പലക്കാലം അപ്പനോട് പറയാം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവേ, എന്റെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ അകൽച്ചയാ. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ പലതും തെറ്റിപ്പോയിരിക്കുക. ഇന്ന് പലക്കാലം സ്വർഗം എന്നോട് ക്ഷമിക്കണമേ. അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, അപ്പനോടൊന്ന് ചേർന്നിരിക്കുവാൻ, അപ്പാ നിന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ ഞാൻ ആഗ്രഹിക്കുവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കണം, അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുക. നോക്കണം, ഒരു പന്നിയുടെ കൂടെ കഴിഞ്ഞ പന്നികളെ മേയ്ക്കുന്നവന്റെ ശരീരത്തിൽ എത്രമാത്രം ദുർഗന്ധമുണ്ട്, എത്രമാത്രം ഒരുവൻ ചുംബിക്കുവാൻ അവന് കഴിയുമോ. എന്നാൽ ഈ അപ്പന്റെ സ്നേഹം അതിനപ്പുറമാ. സ്തോത്രം. അവിടെ കാണുവാൻ കഴിയുന്നു, അവനെ ചുംബിച്ചിട്ട് അവന്റെ മറ്റു വേലക്കാരോട് പറയാം, ഇവനെ ഒന്ന് മാറ്റണം, അവന്റെ ജീവിതത്തിന്റെ എല്ലാം ഒന്ന് മാറ്റി അവനെ പഴയതുപോലെ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവത്തോട് നമുക്ക് എത്രമാത്രം അടുക്കുവാൻ കഴിയുമോ അത്രമാത്രം നാം അവനിലേക്ക് അടുക്കേണ്ടത് ആവശ്യമാണ്. യാക്കോബ് പറയാ, ലോക സ്നേഹം നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളിലുള്ള നിഗളം നിങ്ങളെ നശിപ്പിക്കും. സ്തോത്രം. ഈ ലോകത്തെ നാം സ്നേഹിക്കാൻ പാടില്ല. ദൈവസന്നിധി പറയുന്നു, നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. രണ്ടാമത് പറയുന്നു, അവനോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളെ അടുത്ത് വരും. സ്തോത്രം. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ, എന്റെ പ്രാർത്ഥന മുറിയും എന്റെ കുടുംബത്തിൽ എന്റെ ദൈവം എന്നോട് ഒന്ന് അടുത്ത് വരണം. സ്തോത്രം. ദൈവത്തോട് എനിക്കൊന്ന് ചേർന്നിരിക്കണം. കഴിഞ്ഞ നാളുകളെക്കാളിലും അപ്പുറമായിട്ട് ചില പടികൾ എന്റെ അപ്പനോട് എനിക്കൊന്ന് ചേർന്നിരിക്കണം. എനിക്ക് സ്വയം നീതീകരിക്കുവാനല്ല. ആ അപ്പൻ പോയിട്ട് ആ മകൻ പോയിട്ട് അപ്പനോട് പറയുന്നത് ഇപ്രകാരമാണ്. പറയുന്നത് എന്താണ്? അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. അവിടെ അവന് സ്വയം നീതീകരിക്കുവാൻ ഒന്നുമില്ല. ഇനിയും സ്വത്ത് താന്നൊന്നുമല്ല പറയുന്നത്. അപ്പന്റെ മുമ്പിൽ അടിയറവ് പറയുക, അപ്പന്റെ മുമ്പിൽ അവൻ താണിരിക്കുക. ഇന്ന് പലക്കാലം അവൻ അറിയാം, എന്റെ അപ്പൻ എന്നെ കൈവിടത്തില്ല. ഞാൻ കടന്നുപോയിരിക്കുന്ന എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് അവിടെ ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല, അവിടെ ഞാൻ തള്ളപ്പെട്ടു പോകത്തില്ല. ഇന്ന് പകൽക്കാലം ലോക സ്നേഹം നമ്മളെ ഒരു പരിമിതി വരെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ, ലോകത്തുള്ളവർ കൂടെ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളെ ഒരു നാൾ തള്ളിക്കളയാത്ത, നമ്മൾ എന്നോട് കൂടെ നിൽക്കുന്ന ആ അപ്പൻ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം ആ അപ്പന്റെ സ്നേഹം വിട്ടെന്തിയില്ല നാം ഒരിക്കലും പിന്മാറി പോകാൻ പാടില്ല. അടുത്തതായിട്ട് സമയം ചുരുക്കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേഗം നിന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സ്തോത്രം. അതിന്റെ ഇടയ്ക്ക് പറയുന്ന ഒരു ഭാഗ്യപ്രകാരമാണ്, നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ കൈകളെ വെടിപ്പാക്കുവിൻ, നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കണമെന്ന്. നമ്മുടെ ഇരുമനസ്സോടുകൂടി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇന്ന് പലക്കാലം ഉറപ്പോട് വേണം എന്ത് ചെയ്യണം? അപ്പന്റെ പാദപ്പെടുത്തി വരാൻ. ഈ അപ്പച്ചന്റെ സന്നിധി പ്രാർത്ഥിച്ചിട്ട് അടുത്ത നിമിഷം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബുദ്ധിമണ്ഡലമല്ല വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ മറ്റു തലങ്ങളല്ല, മറിച്ച് ആ ദൈവത്തോടുള്ള പൂർണ്ണ അഭേദ്യമായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തിന്റെ വേലയിലായിരിക്കുമ്പോൾ പലപ്പോഴും സ്തോത്രം, ഈ വേല വിട്ടു പോകത്തക്കോണം പല അനുഭവങ്ങൾ ജീവിതത്തിൽ
ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രാർത്ഥന മുറിയിൽ ഞങ്ങൾ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. കാരണം പലരും പറയും ഭയ്യ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരും, ഇപ്പോ വരും, ഇന്ന് വരും, ഈ നിമിഷം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കണമോ, 8 വർഷത്തോളം ആരുമില്ലാതെ ഞാനും എന്റെ കുടുംബവും തന്നെ ഇരുന്നു ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. അന്നൊക്കെ ദൈവത്തിന് കരയാറുണ്ട്. കാരണം സ്തോത്രം, കൂടെ ഒരു വ്യക്തിയെങ്കിലും ഇരുന്നും ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കിട്ടിയെങ്കിൽ എത്ര നല്ലതെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പലകാലം അന്നപ്പോഴൊക്കെ മനസ്സ് ഇടറിയിട്ടുണ്ട്, പതറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പറയുവാൻ കഴിയും, സംഭവിച്ചതൊക്കെ ആ ദൈവനാമ മഹത്വത്തിനാ. ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവമക്കളെ, ഇന്ന് പലകാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ അനുഭവങ്ങൾ, അത് തിന്മയായിക്കൊള്ളട്ടെ, അത് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയായിക്കൊള്ളട്ടെ, വേദന ആയിക്കൊള്ളട്ടെ, ഇത് പലകാലം അതിനെല്ലാം മധ്യത്തിൽ പറയുവാൻ കഴിയണം, ഇതെല്ലാം എന്റെ അപ്പനോടൊന്ന് ചേർന്നിരിക്കുവാൻ, എന്റെ അപ്പന്റെ സണി ഒന്ന് കരയുവാൻ, എന്റെ അപ്പന്റെ സണി എനിക്ക് എന്നെ തന്നെ ഒന്ന് കാണുവാൻ. എനിക്കെല്ലാം ഒരു മുഖാന്തരമായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ പിശാച് പരീക്ഷിച്ചപ്പോൾ അവിടെ എല്ലാം നമ്മൾ കാണുന്ന പ്രകാരമാണ്. യോബ് എന്ത് ചെയ്തില്ല? അധരങ്ങളാൽ അവൻ പാപം ചെയ്തില്ല. കാരണം അവിടെ പറയുന്നു, പിശാച് ദൈവത്തോട് വാദിക്കുന്ന ഒരു കാര്യമുണ്ട്. യോബ് നിന്നെ എന്ത് ചെയ്യും? ദൈവത്തെ ത്യജിച്ചു പറയുമെന്ന് പറഞ്ഞിട്ടാണ് പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും യോബിനെ പരീക്ഷിക്കാൻ പോകുന്നത്. പക്ഷെ ഓരോ തവണയും നമ്മൾ കണ്ടതാണ്, യോബ് അധരങ്ങളാൽ ഒന്നും എന്തില്ല, അവൻ തിന്മ പറഞ്ഞില്ല. കാരണം അവനറിയാം, ഈ സ്ഥിതികളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എന്റെ അപ്പനോട് ചേർന്ന് സമ്പത്ത് എനിക്ക് നഷ്ടമാകാം, എനിക്കുള്ള മക്കളെ നഷ്ടമാകാം, എനിക്ക് ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരാം. പക്ഷെ ഇതെല്ലാം മടക്കി തരാൻ എന്താണ്? ദൈവശക്തന. അതാണ് യോബിന്റെ ജീവിതത്തിൽ ഇരട്ടിയായിട്ട് എന്ത് ചെയ്തു? ദൈവം മടക്കി കൊടുത്തു. കാരണം അവൻ കാത്തു സൂക്ഷിച്ച എന്താണ്? ദൈവമായുള്ള ബന്ധത്തെയാണ് യോബ് കാത്തു സൂക്ഷിച്ചത്. അവനറിയാം, ഈ ലോകത്തിൽ എനിക്കുള്ള ഒട്ടകങ്ങളും ആടുമാടുകളും പശു കന്നുകാലികളും എന്റെ സമ്പാദ്യങ്ങളും വയലുകളും എന്റെ വേലക്കാരും എന്റെ മക്കളും ഞാന് എന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പലരും എന്റെ കൂട്ടുകാരും എല്ലാം എന്നെ ഉപേക്ഷിക്കുമ്പോ യോബിനറിയാം, എന്റെ കൂടെ നിർത്തേണ്ടത് ആരെയാ? ദൈവത്തെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലകാലം പലതിനെ ഓർത്ത് നമ്മൾ വിലപിക്കരുത്, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നമ്മൾ കരയില്ല. ദൈവത്തോടുള്ള ബന്ധം നാം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നാം അകന്നു പോകരുത്. സ്തോത്രം. നോക്കണം, വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ കരയുന്ന ഒരു കരച്ചിലുണ്ട്. അവിടെ പ്രവാചകൻ പറയാണ്, ദൈവമേ ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ, ദൈവമേ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ, കർത്താവേ ഞങ്ങളെ ഒന്ന് അങ്ങിലേക്കൊന്ന് മടക്കി വരുത്തും. കാരണം അവർക്ക് അവിടെ തിരിച്ചറിവായി എന്താണ്? അവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടതിനേക്കാളിലും, അവർക്ക് സമ്പത്തുകളും അവരുടെ സ്വത്തുവകകളും നഷ്ടപ്പെട്ടതിനേക്കാളിലും അവർക്കുള്ള നഷ്ടം എന്താണ്? ദൈവത്തെ നഷ്ടപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് ഇസ്രായേൽ മക്കൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിലും വിലാപങ്ങളിലും ഒക്കെ ഒരു കരച്ചിൽ കേൾക്കുന്നത്, കർത്താവേ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണം, നീ ഞങ്ങളെ മടങ്ങി വരേണ്ടതിന് ഒന്ന് മടക്കി വരുത്തണം, കർത്താവേ ഞങ്ങളെ ഒന്ന് മടക്കി വരും. കാരണം അവർക്കറിയാം, അവരുടെ പ്രതാപ കാലം എന്ന് പറയുന്നത് അവർക്ക് ഇസ്രായേൽ ദേശത്ത് വന്ന് കനാൻ ദേശത്തെ പിടിച്ചടക്കിയതല്ല, അവിടെ വന്ന് പട്ടണങ്ങൾ പണിഞ്ഞതല്ല, മറ്റു രാജാക്കന്മാരുടെ കാലങ്ങളല്ല. അവർക്കറിയാം, യഹോവയായ ദൈവം അവരോട് കൂടെ ഇരുന്ന് യുദ്ധം ചെയ്ത് അവർക്ക് വിശ്രമം നൽകി, സ്വസ്ഥത നൽകി, ദൈവത്തെ ആരാധിച്ച, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന്റെ തേജസ് കണ്ട ചില ദിനങ്ങളുണ്ട്. അതൊക്കെ പിതാക്കന്മാർ ഓർത്ത് ദൈവസ്ഥിതി പറയുക, മറ്റുള്ളവർ ഞങ്ങളെ കളിയാക്കിയ, മറ്റുള്ളവർ ഞങ്ങൾ ഗീതങ്ങൾ പാടുക എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ പറയുക, ഓ ഹല്ലേലൂയ, കർത്താവേ ഞങ്ങൾക്ക് പണ്ടത്തെ കാര്യങ്ങളെ ഒന്ന് മടക്കി തരണമേ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണെങ്കിൽ ദൈവത്തോട്, കർത്താവ് എനിക്ക് പണ്ടത്തെ കാലം വിശ്വാസത്തിൽ വന്നപ്പോൾ കർത്താവ് എനിക്കുണ്ടായിരുന്ന തീഷ്ണത, എനിക്കുണ്ടായിരുന്ന ആ എരിവ്, എനിക്കുണ്ടായിരുന്ന ആ പ്രാർത്ഥന ജീവിതം, എനിക്കുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ ആ വലിയ കർത്താവേ ധൈര്യം, എനിക്കെല്ലാം ഒന്ന് മടക്കി തരണം. ഈ വർഷം പുതുവർഷം കയറുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ എനിക്ക് ആ എന്നിലേക്ക് അതെല്ലാം ഒന്ന് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അതിന് ദൈവസന്നിധി പറയുന്ന മൂന്നാമത്തെ കാര്യമാണ്, ദൈവസന്നിധി താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യും? അവനെ നിങ്ങളെ ഉയർത്തുമെന്ന് പറയുകയാണ്. യാക്കോബിനും പറയാണ്, ദൈവസന്നിധി നാം താഴണം. നമുക്ക് എത്രമാത്രം നമ്മളെ ദൈവസന്നിധി താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയുമോ അത്രമാത്രം എന്ത് ചെയ്യണം? ദൈവസന്നിധി താഴ്ത്തി സമർപ്പിക്കണം. അതിനോട് ചേർന്ന് തന്നെ പത്രോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, 5-ാം അധ്യായം 1 പത്രോസ് 5:6 പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്തും നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പി. നമ്മുടെ ഉയർച്ച വരുന്നത് മനുഷ്യരാലല്ല കേട്ടോ. നമ്മുടെ ഉയർച്ച വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില വഴികളിൽ നിന്നല്ല.
ദൈവത്തിൽ നിന്നാ. ദൈവമാണ് നമ്മളെ ഉയർത്തേണ്ടത്. ഇന്ന് പലക്കാലം അപ്പനോട് പറ, അപ്പാ ഞാൻ ഒന്നുമില്ല, എന്റെ അപ്പന്റെ പാദപീഠത്തിൽ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുക. ആ താഴ്മയോടെ, അപ്പാ എന്നിൽ ഇടിച്ചു കളയേണ്ടതിനെ ഒന്ന് ഇടിച്ചു കളയുക. കർത്താവ് എന്നെ വെട്ടിക്കളയേണ്ട കൊമ്പുകളെ ഒന്ന് വെട്ടിക്കളഞ്ഞ്, കർത്താവ് എന്നിൽ വേണ്ട ആകാത്തതൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ്, എന്നിൽ ഒരു ശുദ്ധീകരണം പ്രാപിച്ച്, എന്റെ അപ്പനോടൊന്നോട് ചേർന്നിരിപ്പാ. കർത്താവ് എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെയും എന്റെ ജീവിതത്തിൽ നിന്ന് കഷ്ടത അതിന്റെ മധ്യത്തിൽ എന്നെ ദൈവം നടത്തിയ വഴികളെ ഒന്ന് ഓർത്ത്, ഹല്ലേലൂയ, ഇന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പച്ചനോടൊന്ന് ചേർന്നിരിക്കാം. ഹല്ലേലൂയ. അപ്പച്ചനോട് പറയാം, കർത്താവേ, ഞാൻ എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുക, എന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ്, എനിക്ക് എന്റേതായ ഇഷ്ടമല്ല, ഞാൻ എന്ന ഭാവമല്ല, എന്റേതായ ഇഷ്ടമല്ലപ്പാ, എന്റേതായ കർത്താവേ മുൻഗണനകളല്ല, എന്റേതായ കർത്താവെ ജഡത്തിന്റെ സ്വഭാവങ്ങളല്ല, എന്റേതായ കർത്താവേ നിങ്ങളെ ഭാവങ്ങളല്ല, മറിച്ച് എന്റെ അപ്പച്ചന്റെ സന്നിധിയിൽ ഒന്ന് ചേർന്നിരിക്കുക, ഒന്ന് താഴ്ത്തി സമർപ്പിക്കുക, നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പൽക്കാലം പിശാച് പരാജയപ്പെടുന്ന, നമ്മുടെ ഭവനങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന രാവിൽ കാലമായി മാറട്ടെ. റിഖാരവ ശന്തൽ കാല, അവൻ അവകാശം പറയുന്ന മണ്ഡലങ്ങൾ, അവൻ ജയമെടുക്കുന്ന മണ്ഡലങ്ങൾ, പൈശാചിക തലങ്ങൾ ഇന്ന് നമ്മളെ നോക്കി നീ പരാജയപ്പെട്ട് പറയുന്ന മണ്ഡലങ്ങൾ, ഇന്ന് പൽക്കാലം ദൈവാത്മ പറയുക, അതിന്മേൽ നമുക്കൊരു ജയമുണ്ട്. ഇന്ന് പൽക്കാലം നാം ഇരിക്കേണ്ടവന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് താഴ്ത്തി സമർപ്പിക്കുന്നുവെങ്കിൽ, ഇത് പറയുക, നാം പരാജയപ്പെട്ടവരല്ല, നാം കീഴടങ്ങിയിരിക്കുന്നുവെങ്കിൽ നാം പരാജയപ്പെട്ടവരല്ല, നാം തകർന്നു പോകുവാനല്ല, മറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളെ നോക്കി പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, നമ്മളെ നോക്കി പരാജയപ്പെട്ടവനെന്ന് പറയുന്ന, എല്ലാം അവസാനിച്ചെന്ന് പറയുന്ന പൈശാചിക മണ്ഡലം നോക്കി കർത്താവ് പറയാ, പിശാചേ, നിനക്ക് അവനെ ജയിക്കുവാൻ കഴിയത്തില്ല. ഞാൻ അവൻ ഈസഡ് കാറ്റഗറിയാ, അവന് ചുറ്റും എന്റെ സുരക്ഷിതമായി ഞാൻ കൊടുക്കുന്നത്. ഇത് നമുക്ക് ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ ജനത്തിന്മേൽ വെളിപ്പെടുന്നതിനായി എന്റെ കർത്താവിന്റെ നന്ദി പറയുവാണ്. കർത്താവേ, അങ്ങയുടെ സന്നിധി ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുവാൻ, കർത്താവേ, ദൈവത്തോട് ഒന്നുകൂടെ അടുത്തു വരുവാൻ, ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇൻഗ്രേസ് ഫെലോഷിപ്പിലുള്ള എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ചാണ്. കർത്താവിത്തോളം വചനം പറയുവാൻ ഇതിനെ ബലപ്പെടുത്തിനായി നന്ദി പറയുന്നു. എല്ലാ മഹത്വത്തിന്റെ അപ്പച്ചന് യേശുവിനാ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കിയ പ്രിയ ബീനാന്റിക്കും അതുപോലെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾ ഒട്ടും പ്രാർത്ഥിക്കുക. ഞങ്ങളും 7 ദിവസം ഉപവാസത്തോടെയാണ്, ഇന്നലെ മുതൽ ഉപവാസത്തോടെ ആയിരിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെയും ഭയങ്കര തണുപ്പാണ്. എന്നാൽ ദൈവം ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.